നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രവീൺ പൂർവാർദ് പേപ്പർ 2 അതായത് ദ്വിതീയ പത്രനെ കുറിച്ചാണ്. ഇതിൽ 3 ടെക്സ്റ്റാണ് വരുന്നത്. ഈ പേപ്പർ 2 എക്സാം എഴുതുമ്പോൾ നമ്മൾ ഈ 3 ടെക്സ്റ്റും പഠിച്ചിരിക്കണം. ഏതൊക്കെയാണത് എന്ന് നോക്കാം. ഹിന്ദി സാഹിത്യ का संक्षिप्त इतिहास, दक्षिणी कथाएं, दक्षिण में ഹിന്ദി പ്രചാർ ആന്തോലൻ का ഇതിഹാസ്. ഇങ്ങനെ ഈ 3 ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത്. ഈ 3 ടെക്സ്റ്റും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദക്ഷിണി കഥ എന്ന ടെക്സ്റ്റാണ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം. അതിനകത്ത് നിറയെ സ്റ്റോറീസാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ദക്ഷിണി കഥായിൽ വരുന്നത് 12 സ്റ്റോറിയാണ്. മേരി പത്നി, തോത്ത ഓർ മൈന, കർമ്മവീർ, നൂർനിസ, മൃത്യുദണ്ഡ്, ചക്രവാത്, ഹൃദയ की पुकार, चंपे का फूल, कैदी, ജാഗൃതി, ബീബി का കഥാലേഖൻ, ബാഡ്മേ. അങ്ങനെ 12 സ്റ്റോറീസാണ് ഇതിലുള്ളത്. ഇത് നമുക്ക് മെയിനായിട്ട് ഈ 12 സ്റ്റോറീസ് എന്താണ് എന്നുള്ളത് പഠിച്ച് അതിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. പറ്റുമെങ്കിൽ ഈ സ്റ്റോറീസ് എഴുതിയിരിക്കുന്ന റൈറ്റേഴ്സിൻ്റെ പേരും കൂടി ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഓരോ ചാപ്റ്ററിൻ്റെയും സാരാംശ്, അതായത് ആ സ്റ്റോറിയുടെ മീനിങ് പഠിച്ച് വയ്ക്കണം. അതുകൂടാതെ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓരോ ചാപ്റ്ററിലും 2-3 വിധം ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ടാവും. മേരി പത്നി എന്ന കഹാനിയിൽ പഠിക്കാനുള്ള 2 ക്യാരക്ടേഴ്സാണ് കാന്തം, കാന്തം ക പതി. തോത്ത ഓർ മൈന എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് ജഗന്നാഥ്, സീതമ്മ. കർമ്മവീർ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് 3 ക്യാരക്ടേഴ്സ്, വെങ്കയ്യ, തിലകം, ശിശിർ കുമാർ. നൂർനിസ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ള 2 ക്യാരക്ടേഴ്സാണ് നൂർനിസ, ഗുലാം ഖാദിർ. ചക്രവാകിൽ 1 ക്യാരക്ടർ പഠിക്കാനുള്ളൂ, അതാണ് ശിവ് വർമ്മ. ഹൃദയ की പുകാറിൽ പഠിക്കാനുള്ളത് 3 ക്യാരക്ടേഴ്സാണ്, മുഹമ്മദ്, ഉസ്മാൻ, പ്യാരി. ചമ്പേ का ഫൂലിൽ 1 ക്യാരക്ടർ പഠിക്കാനുള്ളൂ, യശോദ. कैदिയിൽ 2 ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്, ദിൻകർ, ലീല. ജാഗൃതിയിൽ പഠിക്കാനുള്ളത് 2 ക്യാരക്ടേഴ്സാണ്, മാധവൻ, കാർത്തു. ബീബി का കഥാലേഖൻ, ബാഡ്മേ. ഈ ലാസ്റ്റത്തെ 2 ചാപ്റ്റേഴ്സിലും ഓരോരോ ക്യാരക്ടർ വീതമേ പഠിക്കാനുള്ളൂ, അമ്മുക്കുട്ടി, ചേനൻ. ദക്ഷിണി കഥായ എന്ന ടെക്സ്റ്റിൽ നിന്ന് 25 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് വരിക. ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഏതെങ്കിലും ഒരു കഹാനി തരും, ആ കഹാനിയുടെ സാരാംശ, അതായത് മീനിങ് എഴുതണം. അതുകൂടാതെ അതിൻ്റെ വിശേഷത, അതായത് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും എഴുതണം. അത് 15 മാർക്കിനാണ് വരിക. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിലേതെങ്കിലും ഒന്ന് വേണം എഴുതാൻ. ഫോർ എക്സാമ്പിൾ, മേരി പത്നി എന്നുള്ള ചാപ്റ്ററിൻ്റെ സാരാംശം എഴുതുക, അതിൻ്റെ വിശേഷതായും എഴുതുക എന്ന് പറഞ്ഞാൽ മേരി പത്നി എന്ന സ്റ്റോറി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ആദ്യം എഴുതേണ്ടത് കഹാനി കാ പരിചയ്, അതായത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, കഹാനി എന്താണ് എന്നുള്ളത്. അതിനുശേഷം ആ കഹാനി മുഴുവനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വിശേഷതായ എഴുതാം. വിശേഷതായ എഴുതുമ്പോൾ അതിൽ കുറച്ച് ക്രൈറ്റീരിയസ് വരുന്നുണ്ട്. 7 ക്രൈറ്റീരിയ വേണം എഴുതാൻ വിശേഷതായ എഴുതുമ്പോൾ. ഫസ്റ്റ് വൺ, കഥാവസ്തു. കഥാവസ്തു പറഞ്ഞാൽ സ്റ്റോറി എന്താണെന്നുള്ളത്. സോ അതിൽ ഒരു 2-3 ലൈൻസിൽ സ്റ്റോറി എന്താണെന്നുള്ളത് ഒരു ജിസ്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു സമ്മറി പോലെ എഴുതാം. നെക്സ്റ്റ്, കഥോപകഥൻ, അതായത് ഡയലോഗ്സ്. ഈ കഹാനിയിൽ യൂസ് ചെയ്തിരിക്കുന്ന ഡയലോഗ്സ് എങ്ങനത്തെയാണെന്നുള്ളത് എഴുതാം. നെക്സ്റ്റ്, ഉദ്ദേശ്യം, ഇതിൻ്റെ എയിം എന്താണ്, ഈ കഹാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എഴുതാം. നെക്സ്റ്റ്, ഭാഷ എങ്ങനത്തെ ഭാഷയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എഴുതാം. ശൈലി, അതായത് സ്റ്റൈൽ, എന്ത് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. വാതാവരൺ എന്ന് പറയുമ്പോൾ ജനറലി ഇതിലുള്ള എല്ലാ കഹാനിയിലും ഒന്നില്ലെങ്കിൽ പാരിവാരികമായിരിക്കും, അല്ലെങ്കിൽ മനോവൈജ്ഞാനികമാണ്, അല്ലെങ്കിൽ സാമാജികമാണ്. അതായത് ഇവിടെ വാതാവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നല്ല, അതായത് ഫാമിലി ബേസ്ഡ് സ്റ്റോറിയാണോ, അല്ലെങ്കിൽ സോഷ്യൽ ബേസ്ഡ് സ്റ്റോറിയാണോ, അതോ സൈക്കോളജി ബേസ്ഡ് സ്റ്റോറിയാണോ, അങ്ങനെ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് എന്നുള്ളതാണ് വാതാവരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് ഉള്ളത് ശീർഷക് പറഞ്ഞാൽ ടോപ്പിക്ക്. ഈ കഹാനിക്ക് കൊടുത്തിരിക്കുന്ന ടോപ്പിക് ഇതിന് ഉചിതമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, സോ സാരാംശം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കഹാനി കാ പരിചയം എഴുതണം. ആ കഹാനി മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം വിശേഷതായ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് ഈ 7 പോയിൻറ്റും എന്താണെന്നുള്ളത് വളരെ ലഘുവായിട്ട് എഴുതണം.
നെക്സ്റ്റ് ഈ ടെക്സ്റ്റിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടിപ്പണിയാ ലിഖിയെ. ടിപ്പണിയാ ലിഖിയ എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ഷോർട്ട് നോട്ട് എന്നാണ് അർത്ഥം. അതും 10 മാർക്കിനാണ് വരിക. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അതിൽ 2 വേണം എഴുതാൻ. ഈ ടിപ്പണിയിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ കുറിച്ച് എഴുതാനായിരിക്കും. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും 2-3 വിധം ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് നന്നായി പഠിച്ചു വയ്ക്കുക. അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് എഴുതാനായിരിക്കും ടിപ്പണിയ വരിക. സോ ആ ക്യാരക്ടർ എന്താണെന്നുള്ളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം ആ ക്യാരക്ടർ എന്താണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഈ കഹാനിയിൽ എന്ത് റോളാണ് പ്ലേ ചെയ്യുന്നതെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. 10 മാർക്കാണ് ടിപ്പണിയാ ലിഖിയനിൽ വരുന്നത്. 2 എഴുതണം, ഓരോന്നിനും 5 മാർക്ക് വീതം.